ഹലോ ഡിയേഴ്സ്, ഞാൻ രശ്മിയാണ്. നിങ്ങളടുത്ത് ഒരു വലിയ കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് കേട്ടോ. ഈ ഒരു കാര്യം ലൈവായിട്ട് നിങ്ങളടുത്ത് പറയുന്നുള്ള കൊതിയുണ്ട്. ഞാൻ ഇന്നലെ വൈകിട്ട് ലൈവ് വന്നായിരുന്നു. നല്ലൊരു അറിഞ്ഞായിരുന്നോ എന്താ, ഒരു 10-50 ആളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല ചീറ്റി പോയ ഒരു ഒന്നാന്തരം ലൈവ് തന്നെയായിരുന്നു. കയറിയും പാട് സ്പീഡിൽ ഞങ്ങൾ ഓടി തിരിച്ചിറങ്ങുകയും ചെയ്തു കേട്ടോ. വന്നേം പാട് തന്നെ ആ ഒരു ലൈവ് ഡിലീറ്റ് ആക്കുകയും ചെയ്തു. അപ്പൊ എത്രത്തോളം നന്നായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ അല്ലെ. അപ്പൊ നമ്മുടെ ലൈവ് വരാൻ കാരണം എന്താണ്ടായിച്ചാല്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു വലിയ സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാറ്. എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒട്ടും സബ്സ്ക്രൈബേഴ്സ് കൂടാണ്ട് ഇങ്ങനെ സ്റ്റെക്കായി ചത്തൊരവസ്ഥയിലാണ് കടന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ ഒരു 2-3 ദിവസം കൊണ്ട് വളരെ സ്പീഡായിട്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് കൂടി ഒരു 16 സംതിങ്ങിലേക്ക് എത്തി നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നെ സംബന്ധിച്ച് അത് വലിയ കാര്യമാണ്. എന്ന് വെച്ചാൽ 13,500 എങ്ങാണ്ടോ ആവുന്ന സമയത്ത് സ്റ്റെക്കായിയാണ്. ആദ്യം സ്റ്റെക്കായി 4,000-5,000 സബാവുന്ന 4,000-5,000 അല്ല 6,000 എങ്ങാണ്ടോ ആ ഒരു സമയത്ത് സ്റ്റെക്കായി. പിന്നെ അവിടുന്ന് ഇങ്ങനെ ഇണ്ടഴങ്ങി അങ്ങനെയൊക്കെ എത്തി. ഒരു 1 ഇയർ ആയപ്പോഴത്തേക്കുമാണ് 10 ആയി. 1 ഇയർ തികഞ്ഞില്ല, ഒരു 8 മാസം 9 മാസമൊക്കെ ആയപ്പോഴത്തേക്കും 10,000 ഒക്കെ ആയിട്ടുണ്ടായിരുന്നേ. പിന്നീട് അവിടുന്ന് ഇണ്ടഴങ്ങി പോന്ന് പണ്ടത്തെ മാതിരി എന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് 6,000 വരത്തേക്കും വളരെ സ്പീഡിലാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു സ്പീഡിൽ ഈ ഒരു 2 ദിവസം കൊണ്ട് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് ഒത്തിരി സന്തോഷം. ആ ഒരു സന്തോഷം നിങ്ങളടുത്ത് നേരിട്ട് ഷെയർ ചെയ്യണം എന്ന് കരുതി. അപ്പോൾ ഞാൻ ചെയ്ത ഒരുപാട് മിസ്റ്റേക്ക് കൊണ്ടും എൻ്റെ ചാനൽ ഒരു ചത്ത അവസ്ഥയിലായിട്ടുണ്ടായിരുന്നു. അതും ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന ഒരുപാട് അബദ്ധങ്ങൾ നമ്മുടെ ചാനലിനെ നല്ല രീതിയിൽ ബാധിക്കും. അപ്പോൾ എന്നെമാരി ആരും അബദ്ധം ചെയ്യാണ്ടിരിക്കുക. എന്നെ പോലെയുള്ള സാധാരണ വീട്ടമ്മമാർക്കൊന്നും ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല. യൂട്യൂബിൽ വീഡിയോ ചെയ്യണം, എന്താ പറയുക, വാച്ച് അവർ കംപ്ലീറ്റ് ആക്കണം, ചാനൽ മോണിറ്റൈസേഷൻ ആക്കണം, അതിന് ഏണിങ്സ് മേടിക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് എൻ്റെ ചാനലിൻ്റെ ഗ്രോത്തിന് വേണ്ടി ഞാൻ ഏത് തരത്തിലുള്ള വീഡിയോസ് ഇടണം, അതുപോലെ എൻ്റെ ചാനൽ സബ് കൂടാൻ ഞാൻ എന്ത് ചെയ്യണം എന്നൊന്നും ആലോചിക്കില്ല. നമ്മൾ ചെയ്യുന്ന മണ്ടത്തരം കൊണ്ടാണോ നമ്മുടെ ചാനലിൽ വീഡിയോസിന് വ്യൂസ് വരാത്തയും അതുപോലെ സബ് കൂടാത്തയും എന്നൊന്നും എന്നെ മാറിയുള്ളവർ ചിന്തിക്കാൻ സാധ്യതയില്ല. അപ്പോൾ എനിക്കുണ്ടായ ആ ഒരു അനുഭവം ഞാൻ ജസ്റ്റ് നിങ്ങളടുത്ത് ഷെയർ ചെയ്യാണ്, ഒരു സാധാരണക്കാരി എന്നുള്ള നിലയിൽ കേട്ടോ. യൂട്യൂബിനെ പറ്റി ഒരു വാലും തുമ്പില്ലാത്ത ആളാണ് ഞാൻ. യൂട്യൂബിൽ കുറേ പേരുടെ വീഡിയോസ് കാണാറുണ്ട് കേട്ടോ. നമുക്ക് കുറേ അറിവൊക്കെ അങ്ങനെ തന്നെ കിട്ടുന്നത്. പിന്നെ കുറേ പേര് പറഞ്ഞു തരും, യൂട്യൂബർമാർ തന്നെ ആയിട്ടുള്ള കുറേ ഫ്രണ്ട്സൊക്കെ നല്ല നല്ല കുറേ ടിപ്സ് നമുക്ക് പറഞ്ഞു തരും. ഇന്നമാര് ചെയ്യുന്നൊക്കെ. പണ്ടൊക്കെ ആണെങ്കിൽ നമുക്കറിയുന്ന കാര്യം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ചിലർക്ക് ഭയങ്കര പിശിക്ക, അയ്യോ എനിക്കറിയുന്നത് വേറെ ആൾക്ക് പറഞ്ഞു കൊടുത്താൽ അവരെങ്ങ് കയറി നന്നായാലോ എന്നും വിചാരിച്ചിട്ട് പിടിച്ചിട്ടാണ് ആൾക്കാർ നമുക്കറിയുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാറുള്ളൂ. അനുഭവം കൊണ്ട് പറയുന്നതാണ്, ഞാൻ പറയുന്നതല്ല. എനിക്ക് അങ്ങനെയാണ് കുറേ പേര് കാര്യങ്ങൾ പറഞ്ഞത്. പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ. എനിക്ക് അറിയുന്നതും കുറച്ചും കൂടി ഉണ്ടാക്കിയിട്ടും കൂടി അവർക്ക് പറഞ്ഞു കൊടുക്കും. എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് വേറെ ആൾ ഈശ്വര സഹായിച്ച് പറഞ്ഞു തരും കാര്യങ്ങളെന്ന് എനിക്കൊരു ബോധ്യമുണ്ട്. അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എനിക്കിത് മാതിരി കുറേ പേര് പറഞ്ഞു തന്ന നല്ല കുറേ ടിപ്സ് എടുത്തതുകൊണ്ട് തന്നെ എനിക്കൊരു മാറ്റം തോന്നി ഈയിടെയായിട്ട് എൻ്റെ ചാനലിൽ. അപ്പോൾ അതൊന്ന് നിങ്ങളടുത്ത് ഷെയർ ചെയ്യാണ്. അതുപോലെ എൻ്റെ മാതിരി അബദ്ധങ്ങൾ ചെയ്യാണ്ടിരിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഡിലീറ്റ് ചെയ്യുക. നമ്മൾ പോസ്റ്റ് ചെയ്ത വീഡിയോസിന് വ്യൂസ് ഇല്ലാന്ന് കരുതിയിട്ട് ഒരാളും ഡിലീറ്റ് ചെയ്തേക്കരുത് കേട്ടോ. വെയിറ്റ് ചെയ്യുക, നമ്മുടെ ടൈം ആകുമ്പോഴത്തേക്കും അതിന് വ്യൂസ് വന്നോളും. നമ്മളത് ഡിലീറ്റ് ചെയ്യുമ്പോഴത്തെ കണ്ടിന്യൂസ് ആയിട്ട് ഡിലീറ്റ് ചെയ്യുമ്പോൾ ചാനലിൽ ഇങ്ങനെ ഗ്രോത്ത് കമ്മിയാവാൻ സാധ്യതയുണ്ട്. വലിയ അറിവ് കൊണ്ട് പറയുന്നതല്ല, എൻ്റെ അനുഭവമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഒരുപാട് എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ടാണ്. കോപ്പിറൈറ്റ് ഇഷ്യൂ, കോപ്പിറൈറ്റ് ക്ലെയിം ഒക്കെ വന്ന് കിടക്കുന്ന വീഡിയോസും അതത് ടൈമിൽ തന്നെ റിമൂവ് ആക്കാണ്ട് ഒന്നിച്ചങ്ങോട്ട് കളഞ്ഞു ഞാൻ. കോപ്പിറൈറ്റ് ക്ലെയിം ഒക്കെ വന്നതേ ഷോർട്സ് ആ ഒരു ടൈമിലൊക്കെ എൻ്റെ വീഡിയോസിൻ്റെ വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒക്കെ നല്ല രീതിക്ക് ചത്തിരുന്നു. ഒട്ടും ഗ്രോത്ത് ഇല്ലാണ്ട് ഇങ്ങനെ സ്റ്റെക്കായിട്ട് കിടക്കുമായിരുന്നു. പിന്നെ അതിൽ നിന്ന് ഇപ്പോൾ മാറ്റം ഉണ്ടാവാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഡേ ബൈ ഡേ വീഡിയോസ് ഇടാൻ തുടങ്ങി. ഷോർട്സ് ആണെങ്കിലും നല്ല രീതിക്ക് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് സബ് കൂടിയിട്ട് വരണതൊക്കെ. സബ് കൂടിയാൽ മാത്രമല്ല നമ്മളെ വീഡിയോസിന് വ്യൂസ് കൂടുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും യൂട്യൂബിലേക്ക് വരികയാണെങ്കിൽ, യൂട്യൂബിൽ നമുക്ക് വെച്ചിട്ടൊരു ഇടം വേണമെന്നുണ്ടെങ്കിൽ, യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്ന എന്നെമാരിയുള്ള സാധാരണക്കാരികളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഷോർട്സ് ഇട്ട് തുടങ്ങിക്കോളും. ഷോർട്സ് ഇട്ട് തുടങ്ങുന്നതാണ് ഏറ്റവും ബെറ്റർ. ഷോർട്സ് ഇടുമ്പോഴത്തേക്കും നമുക്ക് സബ് കൂടും.
സബ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ലോങ് വീഡിയോസ് ഇടുമ്പോൾ അതിന് കുറേശ്ശെ വ്യൂസും കൂടിക്കോളും. ഇപ്പോൾ എൻ്റെയൊക്കെ വീഡിയോസ് 2, 3, 4 ദിവസം കൊണ്ടാണ് 1K 2K ഒക്കെ വ്യൂസ് വരുന്നത്. പുതുതായിട്ട് ഒരാൾ ചാനൽ തുടങ്ങുകയാണ് ഇടുമ്പോൾ ചില വ്ളോഗിനൊക്കെ 100K 200K ഒക്കെ വ്യൂസ് വരുന്നുണ്ട്. മണ്ടയിൽ ഇങ്ങനെ നടുവാഴ ശരിയായാൽ മാത്രം പോരാ, അതിന് മുകളിലിരിക്കുന്ന ആളൊരു വരാനുണ്ടാവും, അത് കറക്റ്റ് ആണോ, അപ്പോൾ മാത്രമാണ് അത്രയും വ്യൂസൊക്കെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കഷ്ടപ്പെടുക തന്നെ വേണം. അപ്പോൾ കഷ്ടപ്പാടിൻ്റെ പര്യവസാനം എന്ന് പറഞ്ഞ കൂട്ടാണ് എനിക്ക് കുറച്ച് ഗ്രോത്തൊക്കെ ഇപ്പോൾ വരുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുകയാണ്, എന്നെ മാതിരിയുള്ള വീട്ടമ്മമാരുടെ അടുത്ത് ഞാൻ പറയുകയാണ്, യൂട്യൂബ് തുടങ്ങിക്കോളും, ഷോർട്സ് ഇട്ട് സബ് കൂട്ടിയതിന് ശേഷം നിങ്ങൾ വ്ളോഗിലേക്ക് കടന്നോളും. അപ്പോൾ നിങ്ങൾക്ക് വ്യൂസൊക്കെ വരും കേട്ടോ. ഷോർട്സ് 2, 3, 4 ഒക്കെ അങ്ങോട്ട് കയറ്റി വിട്ടോളും. അതെന്താ വെച്ചാൽ നമ്മൾ ഒരേ ടൈമിൽ ഷോർട്സ് കയറ്റി വിടണ്ട. ഒരു 4-5 ഷോർട്സൊക്കെ ഒരേ ടൈമിലാണ് കയറ്റി വിടണ്ട. രാവിലെ 1, ഉച്ചയ്ക്ക് 1, വൈകിട്ട് 1, രാത്രി 1, അങ്ങനെ പറ്റുമെങ്കിൽ 4 എണ്ണം കയറ്റി വിട്ടോളും, 5 എണ്ണം കയറ്റി വിട്ടോളും, 6 എണ്ണം കയറ്റി വിട്ടോളും. ആ അവനവൻ്റെ കഴിവിനനുസരിച്ചിട്ടാണ്. അപ്പോൾ നമ്മളെ വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കണം, ആൾക്കാർ നമ്മളെ കണ്ടുകൊണ്ടേയിരിക്കണം. അപ്പോഴാണ് ഒരു എൻ്റെ ഈ പെണ്ണിങ്ങനെ കുറേ വീഡിയോസ് ചെയ്യുന്നുണ്ട്, എന്താ ഇവള് ചെയ്യുന്നതെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടെങ്കിലും നമ്മുടെ അക്കൗണ്ടിൽ കയറി നോക്കിക്കോളും. അപ്പോൾ നിങ്ങളെല്ലാവരും യൂട്യൂബിലേക്ക് വരുന്നവരാദ്യം ഒരുപാട് ഷോർട്സ് ഇടും, ഷോർട്സ് ഇട്ടിട്ട് വ്യൂസ് കൂട്ടും, സബ് കൂട്ടും. സബ് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസിനും വ്യൂസ് ഓട്ടോമാറ്റിക്കലി കൂടിക്കോളും കേട്ടോ. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഓർക്കും, ഓ ഇവളുടെ ചാനലിൽ ഒത്തിരി വ്യൂസ് ഉണ്ട് തോന്നുന്നു, ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് തോന്നുന്നു. ഇല്ല, അത് നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ കയറി നോക്കിയാൽ മനസ്സിലാവും. എന്നാലും മണ്ടത്തരങ്ങൾ ചെയ്ത് പണി കിട്ടിയ ഒരാളാണ് ഞാൻ. അപ്പോൾ ആ മണ്ടത്തരങ്ങൾ മാറ്റി ഇപ്പം ഇങ്ങനെ കിടന്നോടുന്ന ഒരു ഇത്തിരി പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ലെവലിൽ ഇങ്ങനെ പോവുകയാണ്. എനിക്ക് ഏണിങ്സ് കിട്ടിയിട്ടില്ല കേട്ടോ, എനിക്ക് ഏണിങ്സ് ഒന്നും കിട്ടിയിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മറ്റുള്ളവരെ ഉപദേശിക്കാമെന്ന് കരുതി വയ്ക്കരുത്. എൻ്റെ ഒരു സന്തോഷം നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ വന്നപ്പോൾ എനിക്കുണ്ടായ കുറച്ച് അബദ്ധങ്ങളും കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. ആരെങ്കിലും ഒക്കെ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എന്നെമാരി അന്തം വിട്ട് കുന്തം പോലെ നിന്ന് മണ്ടത്തരങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യാതിരുന്നോട്ടെ എന്ന് ഓർത്ത് പറഞ്ഞാണ് കേട്ടോ. അതുപോലെ ഉണ്ടല്ലോ, നമ്മളെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരല്ല നമ്മളെ വീഡിയോ അധികം കാണണേ. അത് ഇത്തിരി സങ്കടത്തോടെയാണ് പറയുന്നത്. എല്ലാവരുടെ അടുത്തും നമ്മളെ ചാനൽ സബ് ചെയ്യാൻ ഞാൻ പറയുന്നുണ്ട്. സബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണുന്നില്ലെങ്കിൽ സബ് ചെയ്യണ്ട തന്നെ കണ്ടാൽ മതി. എന്താ വെച്ചാൽ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ വീഡിയോസൊക്കെ സബ്സ്ക്രൈബ് ചെയ്തവരാണോ ചെയ്യാത്തവരാണോ കൂടുതൽ കാണുന്നതെന്നുള്ളത്. സബ് ചെയ്തവർ ആകെ 28-30% ഒക്കെയാണ് എൻ്റെ വീഡിയോ കാണുന്നുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എൻ്റെ വീഡിയോസ് കാണുന്നത്, ലോങ് വീഡിയോസ് അടക്കം. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു വിഷമം. നിങ്ങൾ നമ്മുടെ ചാനൽ നമ്മളെ കണ്ട് സബ് ചെയ്തിട്ട് നമ്മളെ വീഡിയോ കാണാണ്ടിരിക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, നമ്മളെ വീഡിയോസൊക്കെ നിങ്ങൾ കാണണം, സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണണം കേട്ടോ. എന്നിട്ട് വീഡിയോയ്ക്ക് ഒരു ലൈക്കും ഒരു കമൻറ്റും ഒക്കെ തന്നേക്കണേ. അതുമാതിരി എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇതുവരെ എന്തൊക്കെയാണ് വീഡിയോസ് ഇടുമ്പോൾ ചെയ്ത് എനിക്ക് പറ്റിയ അബദ്ധങ്ങളാണെങ്കിലും അതുപോലെ സബ്സ്ക്രൈബേഴ്സ് കൂടാനും വ്യൂസ് കൂടാനും ഒക്കെ എന്താ ചെയ്തതെന്നുള്ളതൊക്കെ എനിക്കറിയാവുന്ന മാതിരിയൊക്കെ നമ്മുടെ യൂട്യൂബിലുള്ള കുറേ ഫ്രണ്ട്സ് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അവരടുത്തൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മളെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ വീഡിയോസൊക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും എപ്പോഴും പറയണ പോലെ തന്നെ ഒത്തിരി സ്നേഹത്തോടെ 1000 നന്ദി പറയുകയാണ്. വീണ്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയിൽ അടുത്തൊരു വ്ളോഗിൽ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.